ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നതാ നല്ല ഒന്നാം തരം കരിമീൻ മുളകിട്ട കറിയാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ രാവിലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കരിമീൻ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ക്ലീൻ ചെയ്ത് വെച്ചിരുന്ന കരിമീനായിരുന്നു കേട്ടോ. ഇനി ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കുറച്ച് കല്ലുപ്പും നാരങ്ങയും കൂടി ആയിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ചുരണ്ടിക്കളഞ്ഞാൽ മതി. അങ്ങനെ ഞാൻ ഇതിനായിട്ട് ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് കറി വെക്കാനായിട്ട്. പിന്നെ അതാ മഴയൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഞാനിങ്ങനെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ പൊളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാനിതാ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുടംപുളി കുതിർത്തും വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ ചട്ടി ചൂടായി വന്നപ്പോൾ എണ്ണയും ഒഴിച്ച് ഉലുവായിട്ട് അങ്ങ് പൊട്ടിച്ചെടുത്തു. എന്നിട്ട് ഉലുവ ഒന്ന് പൊട്ടി വന്നപ്പോഴത്തേക്ക് ഞാൻ ഒരു നുള്ളു കടുകും കൂടിയിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. അതിനുശേഷം ദാ നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. അതിനുശേഷം ഞാൻ വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വട്ടത്തിലാണ് ഞാൻ ഈ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി കൂടി നമുക്കിതിലേക്ക് നന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ നന്നായിട്ട് ഉള്ളി ഇച്ചിരി കൂടുതലെടുത്തിട്ടുണ്ട് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാനിതിനെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ലപോലെ ഒന്ന് ഉടഞ്ഞു വരുന്ന രീതിയിൽ നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കാവേ. അതിനുശേഷം 4 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് വീണ്ടും ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഞാൻ ആവശ്യത്തിന് ഉപ്പ് കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പിടുമ്പോൾ കുറച്ചും കൂടി സ്പീഡിൽ നമുക്ക് ഈ ഉള്ളിലേക്ക് ഒന്ന് വാടി കിട്ടും എന്നാണ് എക്സ്പീരിയൻസ് ഉള്ള കുക്കുകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ ഞാനും അങ്ങനെ ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി 4ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി 2 തക്കാളി ഞാൻ ചേർത്തിട്ടുണ്ട്. 2 തക്കാളി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി പേസ്റ്റായിട്ട് ഇടുന്നതാണ് ഇഷ്ടമെങ്കിൽ നമുക്കൊന്ന് അടിച്ച് പേസ്റ്റാക്കി ഇടാം. എനിക്ക് പീസായിട്ട് കിടക്കുന്ന തക്കാളിയാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാനിത് മുഴുവനായിട്ടാണ് ഇട്ടിരിക്കുന്നത്. നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട് നമ്മുടെ തക്കാളിയും ഉള്ളിയുമൊക്കെ. ഇനി നമുക്ക് കാശ്മീരി മുളക് പൊടിയും അതുപോലെ തന്നെ പിരിയം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ലേശം മല്ലിപ്പൊടി ഇത്രയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ഒരുപാടാകരുത്, ആ ഒരു കുത്തൽ വരും. അതുകൊണ്ട് നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ടാൽ മതി. ഇനി നമുക്കിതിനെ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് മൂത്ത് ഈ ഒരു പരുവമാകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന കുടംപുളി കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ, ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ മാത്രം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ചേർക്കണ്ട. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവേ. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്നിങ്ങനെ തിളച്ച് വരും. ഇത് പാകമാകുന്നത് ഇതുപോലെ മേളിലിങ്ങനെ എണ്ണ തെളിഞ്ഞ് കാണാൻ പറ്റും. ആ ഒരു സമയമാകുമ്പോഴത്തേക്കുമാണ് നമ്മൾ ഈ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീനൊക്കെ നമ്മൾ കറിയിലേക്ക് ഇടാൻ വേണ്ടി റെഡിയാക്കി വെക്കേണ്ടത്. അങ്ങനെ ഞാനിത് 2 പീസായിട്ട് കട്ട് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ ഈ കരിമീൻ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ഒട്ടും ചേറൊന്നും ചുവയ്ക്കത്തില്ല. നമ്മൾ അല്പം നാരങ്ങ നീരും കല്ലുപ്പും ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് തേച്ച് കഴുകി എടുത്തു കഴിഞ്ഞാൽ ഒരു തരി ചേർചുവ പോലും ഇല്ലാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കരിമീൻ കറി നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അങ്ങനെ ഞാൻ മീനൊക്കെ ഇങ്ങനെ കറിയിലേക്ക് മിക്സ് ചെയ്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണേ. കറി ഒന്ന് തിളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കിതിനെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്കൊരു 10 ചെറിയുള്ളി വട്ടത്തിലരിഞ്ഞിട്ട് നമുക്ക് അതിനൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാവേ. അതിനുശേഷം നമ്മുടെ തിളച്ച് വന്നിരിക്കുന്ന ഈ കറി ഉണ്ടല്ലോ, കറി ഞാനിപ്പോൾ ഓഫാക്കിയിട്ടിരിക്കുവാണ്. കറി പാകമായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കരിമീൻ കറിയുടെ റെഡിയാണ്. ഇത് നല്ല ടേസ്റ്റാണ്. ഇനി തേങ്ങാപ്പാൽ ഒഴിച്ച കരിമീൻ കറിയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഇതേ റെസിപ്പി തന്നെ കറി തിളച്ച് വരുമ്പോഴത്തേക്കും അല്പം തേങ്ങാപ്പാലും അതിൻ്റെ പുറത്തേക്ക് പച്ച വെളിച്ചെണ്ണയും അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ച കരിമീൻ കറിയും ഇവിടെ റെഡിയാണ്. ഇതേ റെസിപ്പി തന്നെയാണ്. ഞാനിവിടെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടില്ല എന്ന് മാത്രം. അപ്പോൾ ഇതാ ഒരടുപ്പിൽ ഞാൻ കരിമീൻ ഫ്രൈ ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുളകിട്ട കരിമീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ചോറിൻ്റെ കൂടെ 3 കഷ്ണം കരിമീനും അതുപോലെ തന്നെ ഫ്രൈ ആയിട്ടുള്ള പീസൊക്കെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. ബൈ.